കൈക്കൂലി കേസിൽ വിജിലൻസ് കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെതിരെ തിരൂർ സ്വദേശി കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി ഉദ്യോഗസ്ഥൻ ശേഖർകുമാർ ബിജെപിക്കായി പണം കൈപ്പറ്റിയെന്ന് തിരൂർ സതീഷ് പറഞ്ഞു. കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസെടുത്ത ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറാണ് കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥനെതിരെ തിരൂർ സതീഷ് രംഗത്ത് വന്നിരിക്കുന്നത്. കൊടകര കുഴൽപ്പണ കേസിൽ പണം വാങ്ങിയ ശേഷം ബി.ജെ.പി. നേതാക്കളെ വെള്ളപൂശിയ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുമായിരുന്നുവെന്ന് ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പറഞ്ഞു. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. പാർട്ടിയുടെ നേതാക്കന്മാരെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇ.ഡി. ബി.ജെ.പി. നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ട് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. ശേഖർകുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് 1-ാം പ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. നേതാക്കളെ വെള്ള പൂശിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ PMLA കോടതിയിൽ ഇ.ഡി. കൊടുത്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പൈസ വാങ്ങണേൻ്റെ മെയിൻ ആളാന്നുള്ളത് തെളിഞ്ഞുല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പി. ഇറക്കിയ 3.5 കോടിയുടെ കുഴൽപ്പണം കൊടകരയിൽ കവർ ചെയ്യപ്പെട്ടിരുന്നു. നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ നിർദ്ദേശിച്ച പ്രകാരം 53.4 കോടി രൂപയുടെ കുഴൽപ്പണക്കടത്ത് നടന്നതായി കേരള പോലീസ് കണ്ടെത്തിയിരുന്നു. പോലീസിന്റെ അധികാര പരിധിക്ക് പുറത്തായ കാര്യമായതിനാൽ വിശദമായ റിപ്പോർട്ടും ബി.ജെ.പി. നേതാക്കളുടെ പങ്ക് തെളിയിക്കുന്ന കോൾ ലിസ്റ്റുകളും ഇ.ഡിക്ക് കൈമാറിയെങ്കിലും പണത്തിന്റെ ഉറവിടം അന്വേഷിക്കാതെ കവർച്ചാ കേസ് മാത്രമാക്കി ഇ.ഡി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 6 ചാക്കുകളിലായി 9 കോടി രൂപയുടെ കള്ളപ്പണം ഇറക്കിയതിന് താൻ സാക്ഷിയാണെന്ന് അന്നത്തെ ബി.ജെ.പി. ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് വെളിപ്പെടുത്തിയെങ്കിലും സതീഷിന്റെ മൊഴിയെടുക്കാൻ പോലും ഇ.ഡി തയ്യാറായില്ല. കൈരളി ന്യൂസ്, തൃശൂർ.